കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ അല്പം പോലെ സമയം കളയാതെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 7-ാം അധ്യായം തുടങ്ങി 12 വരെ ഒരു പക്ഷെങ്കിൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ മറ്റു വേദഭാഗങ്ങളോട് തുലനം ചെയ്ത് നോക്കുമ്പോൾ അത് ലളിതമായി നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തതുപോലെ ഈ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ വളരെയധികം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് 7 തൊട്ടുള്ള വേദഭാഗം. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചത് ചെറിയ കൊമ്പിനെ കുറിച്ചാണ്. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 4, 5, 6, 7 4 വാക്യങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 4, 5, 6, 7 4 തൊട്ട് 7 വരെയുള്ള 4 വാക്യങ്ങളിൽ ലോകത്തിൽ ഉത്ഭവിച്ച 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് ചുരുക്കമായി ഓരോ വാക്യത്തിലൂടെ ദൈവം വരച്ചു തന്നത് നമ്മൾ കാണുകയുണ്ടായി. 4-ാം അധ്യായത്തിൽ 1ാമത് പ്രത്യക്ഷപ്പെട്ട ബാബിലോൺ സാമ്രാജ്യം, 5-ാം അധ്യായത്തിൽ 2ാമത് പ്രത്യക്ഷപ്പെട്ട മെദ്യരുടെയും പാർഷ്യയുടെയും ഭരണകൂടം, 6-ാം അധ്യായത്തിൽ 3ാമത് പ്രത്യക്ഷപ്പെട്ട ഗ്രീക്ക് സാമ്രാജ്യം, 7-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരവും അതിബലവുമായുള്ള 4ാമത്തെ മൃഗം റോമൻ സാമ്രാജ്യം. നമ്മളത് ചിന്തിച്ചു. ദൈവം ഈ 4 സാമ്രാജ്യങ്ങളെ വരച്ചു തരുവാൻ 4 വാക്യം എടുത്തിട്ട് 28 വാക്യമുള്ള ആ അധ്യായത്തിൽ ബാക്കി വാക്യങ്ങളിൽ ഒരു വ്യക്തിയെയാണ് വരച്ചു കാണിക്കുന്നത്. അത് അന്തിക്രിസ്തുവിനെയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, 28 വാക്യമുള്ള ആ അധ്യായം, ഈ അധ്യായത്തിൽ 4 വാക്യം മാത്രമേ 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുവാൻ എടുത്തുള്ളൂ. കഴിഞ്ഞുപോയ 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച്. അതിന് ശേഷം ഈ 4 സാമ്രാജ്യങ്ങൾ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള അന്തിക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരുന്നു. അന്തിക്രിസ്തുവിനെ അവിടെ പ്രസന്റ് ചെയ്യുകയാണ്. നമ്മളതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, 8-ാം വാക്യം തുടങ്ങി ശ്രദ്ധിക്കുക, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിന് മുമ്പിലത്തെ കൊമ്പുകൾ 3 പേരോട് പറഞ്ഞുപോയി, ഈ കൊമ്പിന് മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. നമ്മൾ അത്രയുമാണ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഈ ചെറിയ കൊമ്പെന്ന് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയാണ്, അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്ന് നമ്മൾ കണ്ടു. റോമൻ സാമ്രാജ്യം ശിഥിലീകരിച്ചിട്ട് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ള രാജ്യങ്ങളും അതുപോലെ യൂറോപ്പിൽ ഉത്ഭവിച്ചിരിക്കുന്ന രാജ്യങ്ങളും കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതലത്തിൽ നിന്ന് എഴുന്നേറ്റ രാജ്യങ്ങളാണ്. ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ 2 പ്രദേശങ്ങൾ വീണ്ടും ചലനാത്മകമായി കഴിഞ്ഞു. യൂറോപ്പ് ചലിച്ചു, മെഡിറ്ററേനിയൻ കടലിന്റെ തീരപ്രദേശങ്ങളും ചലിച്ചു കഴിഞ്ഞു. ഈ 2 വാസ്തവത്തിൽ ഭൂപ്രദേശങ്ങളുടെ രാഷ്ട്രങ്ങളും ഇന്ന് ചലനാത്മകമായി കഴിഞ്ഞു. ഇന്നത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ ഗാസയിൽ സംഭവിച്ച മിസൈൽ അറ്റാക്കിനുള്ള ബന്ധത്തിൽ, റട്ടൻഷിയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനോട് എതിരായിട്ട് ആ ഗൾഫിൻ്റെ പ്രദേശത്തുള്ള രാജ്യങ്ങളും ഈ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതലമായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളും, ഈ 2 പ്രദേശവും ഒരുപോലെ ഇസ്രയേലിന് വിരോധമായി ശബ്ദം ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ പലസ്തീനിയൻ പ്രോബ്ലത്തോടുള്ള ബന്ധത്തിൽ, അറേബ്യൻ പ്രോബ്ലത്തോടുള്ള ബന്ധത്തിൽ ഒട്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ അക്രമത്തെ അപലപിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാള് മാർപ്പാപ്പയാണ്. എന്താ കാരണമെന്നറിയാമോ? നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മാർപ്പാപ്പ. ഏറ്റവും അധികം എതിർത്തുന്ന ഒരു സമൂഹമാണ് റോമൻ കാത്തലിക് ചർച്ച്. ഈ ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചത് പോലും ക്യാമ്പ് ഡേവിഡ് 1970 ഒപ്പുവെച്ച ശേഷമാണ്. ആ കാലഘട്ടത്തിലാണ് വത്തിക്കാൻ പോലും ഇസ്രയേലിനെ അംഗീകരിച്ചത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ നോക്കുക, ഇനി നവോത്ഥാനം പ്രാപിക്കുന്ന റോമൻ സാമ്രാജ്യം, അതിനെ നിയന്ത്രിക്കുന്ന ഏകലോക മതം, 17-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു, മർമ്മമഹദിയാം ബാബിലോൺ. ഇത് 2ഉം കൂടെ ഒന്നിച്ച് വാസ്തവത്തിൽ അന്ത്യകാലത്തിൽ ലോകത്തെ ആഗോളം നിയന്ത്രിക്കുന്ന ഒരു വലിയ സ്വാധീനതയുള്ള വ്യക്തിയെ വാസ്തവത്തിൽ ലോകത്തിന് കാഴ്ചവെക്കും. ഇന്ന് നമ്മൾ പ്രാരംഭമായി ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ആ ഭാഗം ഒന്ന് ഓർപ്പിച്ച് കടന്നു പോവുകയാണ്. നോക്കുക, 4ാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യം നശിച്ചിട്ട്
അവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്തും യൂറോപ്പിൽ കാണുന്ന അനേക രാജ്യങ്ങളും എഴുന്നേറ്റ് കഴിഞ്ഞു. വചനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തതുപോലെ ആ പ്രദേശം അന്ത്യകാലത്ത് വീണ്ടും ചലനാത്മകമായി. ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. നമ്മളതിൽ 8-ാം വാക്യം നോക്കിയേ, ഒരിക്കൽ കൂടെ അത് ഓടിച്ചു പറഞ്ഞു പോകാം. 8-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആ ചെറിയ കൊമ്പിന് മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായുവുണ്ടായിരുന്നു. അന്ത്യക്രിസ്തുവിനെ കൂടെയുള്ള പഠനത്തിൽ പ്രാരംഭമായി ഇവിടെ നമുക്ക് തന്ന വെളിപ്പാടതാണ്. നമ്മൾ ഇത് രണ്ടും ചിന്തിച്ചതാണ്. ബിഹോൾഡ്, ഇൻ ദിസ് ഹോൺ വേർ ഐസ് ലൈക്ക് ദ ഐസ് ഓഫ് എ മാൻ. ഒരു മനുഷ്യന്റെ കണ്ണ് പോലെ അതിന് കണ്ണുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, കണ്ണ് ഇന്റലിജൻസിനെ കാണിക്കുന്നു, ബുദ്ധിയെ കാണിക്കുന്നു. അന്ത്യക്രിസ്തു ലോകത്തിൽ പ്രകടമാകുമ്പോൾ അവന്റെ ബുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. നമുക്ക് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചു, ചിന്തിക്കുകയുണ്ടായി. ദ കമ്മിങ് ഓഫ് ദ ലോലെസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് സാറ്റൻ. ആ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദ കമ്മിങ് ഓഫ് ദ ലോലെസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് സാറ്റൻ. സാത്താന്റെ പ്രവർത്തനം മൂലമാണ് അന്ത്യക്രിസ്തു പ്രകടമായി വരുന്നത്. 2 ദാനിയേൽ 8:23. ദാനിയേൽ 8:23 നമ്മൾ ശ്രദ്ധിച്ചു. മലയാളം ബൈബിളിൽ നിന്ന് കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമാണ്. ഇംഗ്ലീഷ് വായിച്ചാൽ, ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും, അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം അധികാരത്തിൽ അല്ലതാനും. 23-ാം വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ, ആൻഡ് ഇൻ ദ ലേറ്റർ ടൈംസ് ഓഫ് ദിയർ കിങ്ഡം when the transgressors are come to the full, a king of fierce countenance and understanding dark sentence shall stand up. ആ വാക്ക് ശ്രദ്ധിച്ചേ, a king who is able to understand dark sentences എന്ന് പറഞ്ഞാൽ പൈശാചികമായ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരുത്തൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ വെളിപ്പെടുത്തി, ഹിസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സാറ്റൻ. സാത്താന്റെ പ്രവർത്തനത്താലാണ് അവൻ പ്രകടമായി വരുന്നത്. നമ്മൾ വെളിപ്പാട് ദിവസം 13 വരുമ്പോൾ സാത്താൻ തന്റെ അധികാരവും സിംഹാസനവും രാജ്യവും അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. വെളിപ്പാട് 13:2 അവസാനം, മഹാസർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനാണ്. മഹാസർപ്പം തൻ്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം കൊടുത്തു. ലോകത്തെ മുഴുവൻ സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ വലിയ അധികാരം. ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവം. നോക്കാം, ഈ ലോകത്തിൻ്റെ ആധിപത്യം യേശുക്രിസ്തുവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ തരാമെന്ന് പറഞ്ഞു. കർത്താവ് അവൻ്റെ അധികാരത്തെ അവിടെ തിരസ്കരിച്ചിട്ടില്ല. ഈ ലോകത്തിൻ്റെ അധിപതിയാണ് അവൻ. ഇവിടെ സാത്താൻ അന്ത്യക്രിസ്തുവിന് അവൻ്റെ അധികാരം കൊടുക്കുന്നു. നമ്മളിവിടെ ദാനിയേൽ പറയുമ്പോൾ ആ കൊമ്പിന് കണ്ണുണ്ടായിരുന്നു, ഈസ് ഇന്റലിജൻസ്. അവൻ്റെ പൈശാചികമായ കഴിവ് കൊണ്ടും മറ്റും അവനിൽ പ്രകടമായി തീർന്ന വലിയ ബുദ്ധിശക്തി. 2, അവന് സംസാരിക്കുന്ന വലിയ വാക്കുകൾ സംസാരിക്കുന്ന, വമ്പ് പറയുന്ന ഒരു വായുണ്ടായിരുന്നു. എ മൗത്ത് സ്പീക്കിംഗ് ഗ്രേറ്റ് തിങ്സ് എന്ന ഇംഗ്ലീഷിൽ വായിച്ചാൽ നമ്മളതും ചിന്തിക്കുകയുണ്ടായി. ഇനിയും ആ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം വീണ്ടും ചിന്തിക്കും. ലോകത്തിൽ വലിയ വീമ്പിളക്കുന്ന വലിയ കാര്യങ്ങൾ, ഗ്രേറ്റ് തിങ്സ് പറയുന്ന, മനുഷ്യനെ മസ്മരശക്തി കൊണ്ട് പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ഒറേറ്ററിനെ പോലെ. നമുക്കറിയാം, ഹിറ്റ്ലറിൻ്റെയൊക്കെ സംഭാഷണത്തിന് മുന്നിൽ, പ്രസംഗത്തിന് മുന്നിൽ ആളുകൾ മസ്മരശക്തിയിലായിട്ട് തങ്ങൾ എന്ത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ അത്ര പ്രഗത്ഭനായ, ഇന്റലിജന്റും ഡാർക്ക് സെന്റൻസ് അറിയാവുന്ന, പൈശാചിക ശക്തിയുള്ള പ്രഗത്ഭനായ ഒരു പ്രാസംഗികനെ പോലെ വമ്പ് പറയുന്ന, ഗ്രേറ്റ് തിങ്സ് പറയുന്ന ഒരു മനുഷ്യൻ പ്രകടമാകും. ഇനി നമുക്ക് 9-ാം വാക്യം തുടങ്ങി ശ്രദ്ധിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഏകദേശം ഭാഗങ്ങളിലേക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നു. 9 തൊട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്ന്, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിദതി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്ക് കാലത്തേക്ക് നീളുന്നു. രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദസ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവനെ അവന്റെ മുമ്പിൽ അടിച്ചു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. നമ്മൾ ഓർക്കുകയുണ്ടായി 7-ാം അധ്യായം പഴയ നിയമ ഏടുകൾ പകർത്തി എഴുതിയ ആ ദൈവദാസന്മാർ പറഞ്ഞു,
വചനത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും വിശുദ്ധിയുള്ള ഭാഗമാണ് 7-ാം അധ്യായം. ഏറ്റവും സോബറായിട്ടും മാത്രമല്ല ഭക്തിയോടെയും അവർ കണ്ടിരുന്ന ഒരു ഭാഗമാണ് 7-ാം അധ്യായം. നമ്മളിപ്പോൾ വായിച്ചപ്പോൾ കണ്ടു, സ്വർഗത്തിലെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ഇതിൻ്റെ പിറകിലുള്ള സംഭവങ്ങളെ നമുക്ക് വരച്ചു തരുന്ന, വചനത്തിൽ മറ്റധികം കാണുവാൻ കഴിയാത്ത ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. എന്നാൽ അവിടെ 9ഉം 10ഉം വാക്യം ശ്രദ്ധിച്ചാൽ നമ്മൾ നോക്കുക, ഈ ചെറിയ കൊമ്പിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു, ഇല്ലേ? 8ാം വാക്യം വരെ ചെറിയ കൊമ്പ് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ അന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വച്ഛാധിപതിയെക്കുറിച്ച്, അന്തിക്രിസ്തുവിനെ കുറിച്ച് 8ാം വാക്യം വരെ പറഞ്ഞു. നോക്കുക, ഈ 8ാം വാക്യം വരെ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് തുടരുന്നില്ലേ? അത് തുടരുന്നത് പിന്നെ നോക്കിയേ 11ാം വാക്യത്തില്. 8ാം വാക്യത്തിൽ പറഞ്ഞ വിഷയം തുടരുന്നത് 11ാം വാക്യത്തില്. ആ ചെറിയ കൊമ്പ് അവന് കണ്ണുണ്ടായിരുന്നു, വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് 11ാം വാക്യം വായിച്ചാൽ അതിന്റെ കണ്ടിന്യൂവേഷനാ. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി എന്ന് പറഞ്ഞാൽ, ഈ അന്തിക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയ്ക്ക് 2 വാക്യം വന്നു, 9ഉം 10ഉം വാക്യം. ഈ 2 വാക്യങ്ങൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ചാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് കരുതി നോക്കുകയും, വെളിപ്പാട് പുസ്തകത്തിലും ഇതേ കാര്യമാണ് കണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുക, 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ള ഞാൻ കാണിച്ചുതരാം. അന്തിക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു, 6-ാം അധ്യായം. എന്നാൽ അതിനു മുമ്പും വെളിപ്പാട് പുസ്തകത്തിലും 4-ഉം 5-ഉം അധ്യായത്തിൽ ദൈവത്തിന്റെ സിംഹാസനവും സ്വർഗത്തിലെ കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയാണ്. സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു, അവന്റെ കയ്യിൽ നിന്ന് 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം വാങ്ങുന്നു, അത് വാങ്ങുന്നത് കുഞ്ഞാടാണ്. സെയിം തിങ് ആണ് ദാനിയേലിലൂടെ കാണുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് ഏറ്റവും ചിന്തനീയമായിട്ടുള്ളൊരു കാര്യം, അന്തിക്രിസ്തു തൻ്റെ ആധിപത്യം ലോകത്തിൽ സ്ഥാപിക്കുമ്പോൾ അവൻ്റെ വമ്പ് പറയുന്ന വാക്കുകൾ കൊണ്ട് ലോകത്തെ മസ്മര ശക്തിയിൽ അമർത്തിക്കൊണ്ട് അവൻ ഭരണകർത്താവായി എഴുന്നേറ്റ് വന്ന് ലോകത്തെ ഒന്നിപ്പിക്കുമ്പോൾ പ്രിപ്പറേഷൻ ഈസ് ഓൾറെഡി ഇൻ ഹെവൻ ടു ഡിസ്ലോഡ്ജ് ഹിം. അവന്റെ ആധിപത്യത്തെ തീർക്കുവാൻ അപ്പോൾ തന്നെ ദൈവജനത്തിന് കാണിച്ചു തന്നു. ത്രോൺസ് ആർ സെറ്റ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ സിംഹാസനം സ്ഥാപിച്ചു കഴിഞ്ഞു. വെളിപാട് പുസ്തകത്തിൽ തന്നെയാണ് കാണുന്നത്. റെവലേഷൻ ചാപ്റ്റർ 4 and 5 കഴിഞ്ഞ് ഉടനെ നമുക്ക് 6-ാം അധ്യായത്തിൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. കുഞ്ഞാട് മുദ്രയിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. അന്തിക്രിസ്തുവാണ്, സമാധാനത്തിന്റെ പ്രഭുവായിട്ട് അവൻ വെളിപ്പെടുന്നു. അത് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച്, ആ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് ത്രോൺ റൂം ഓഫ് ഗോഡ് 4-ഉം 5-ഉം അധ്യായത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ അധർമ്മത്തിന്റെ മർമ്മം മൂർത്തിയായ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഉടനെ സ്വർഗത്തിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ സന്ദർഭം ഇപ്പോൾ ചിന്തിച്ചാൽ, ഈ അന്തിക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്ന സന്ദർഭം വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം കഴിഞ്ഞു, നമ്മളുടെ രൂപാന്തരം കഴിഞ്ഞു, നാം മധ്യാകാശത്തിലേക്ക് എടുത്തോളപ്പെട്ട് കഴിഞ്ഞു. 2 തെസ്സലോനിക്കർ 2:7 നമ്മൾ വായിക്കുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, എന്നാൽ തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. തടുക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. നോക്കുക, ഇവിടെ പുനരുത്ഥാനം കഴിഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ചു, ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ടു. ആത്മാവ് നമ്മെ വാസ്തവത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കുമ്പോൾ ആത്മാവ് നമ്മോടുകൂടെ ആ മധ്യാകാശത്തിലേക്ക് വരികയാണ്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ദൈവസിംഹാസനത്തിന് മുന്നിൽ 7 ദീപങ്ങളെ പോലെ ജ്വലിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ കാണുന്നു. വെളിപ്പാട് ദിവസം അല്പമെങ്കിലും പരിചയമുള്ളവർക്കറിയാം, 2-3 അധ്യായങ്ങളിൽ ആത്മാവ് സഭകളോട് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവസിംഹാസനത്തിന് മുന്നിൽ 7 ദീപങ്ങളെ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞാൽ സഭകളോട് വാദിച്ചുകൊണ്ടിരുന്ന ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുള്ളപ്പെട്ട് ആ സിംഹാസനം ന്യായവിധി നടക്കുമ്പോൾ അവിടെയാണ്. അതേ വാസ്തവത്തിൽ ക്രോണോളജിക്കൽ ഓർഡറാണ്, ഇവിടെ ക്രമാനുഗമിതമായ കാര്യമാണ് നമുക്ക് ദാനിയേലും കാണിച്ചു തന്നിരിക്കുന്നത്. പുനരുത്ഥാനം കഴിഞ്ഞു, നാം എടുത്തുള്ളപ്പെട്ടു, സ്വർഗത്തിൽ സിംഹാസനങ്ങൾ വെച്ചു കഴിഞ്ഞു. എന്തിനാണ് ഈ സിംഹാസനം വെച്ചത്? ഇവന്റെ ഭരണത്തെ അവസാനിപ്പിക്കാനാണ്. നമ്മൾ അവിടെ വായിച്ചാൽ നമുക്ക് ആ 9-ാം വാക്യത്തിലേക്ക് വരാം. വളരെ പ്രാധാന്യതയുള്ളതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഓരോന്ന് അപഗ്രഥിച്ച് മുന്നോട്ട് പോകാം. 9-ാം വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ന്യായാസനങ്ങളെ വെച്ചു. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ as I looked, thrones were set in place. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? thrones were set in place. അത് വാസ്തവത്തിൽ വെച്ച് കഴിഞ്ഞു, സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ചിന്തിച്ചു നോക്കിയാലേ, ഈ സിംഹാസനങ്ങൾ വെച്ച് കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ സംഭവിക്കുകയാണ്.
ഞാൻ എടുത്ത് വിശദമായിട്ട് പറയാതെ ഓർപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാനത് വിശദമായിട്ട് എടുക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 12 വരെയുള്ള വാക്യം, സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുകയാണ്. സ്വർഗത്തിൽ കയറുവാൻ അനുവാദമുണ്ടായിരുന്ന മഹാസർപ്പത്തോടും അവൻ്റെ ദൂതന്മാരോടും മീഖായേൽ പടവെട്ടുകയാണ്. മൈക്കൽ ഏഞ്ചൽ അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് തള്ളിക്കളയുകയാണ്. 9-ാം വാക്യത്തിൽ വന്നപ്പോൾ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഒരു നിമിഷം ചിന്തിക്കണം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന സാത്താൻ, ആകാശമണ്ഡലിൽ വിഹരിച്ചുകൊണ്ടിരുന്ന സാത്താൻ, ആ സിംഹാസനങ്ങൾ സ്വർഗത്തിൽ സ്ഥാപിച്ചു. പൈശാചികന്റെ പ്രവർത്തനത്താൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ അന്തിക്രിസ്തുവിന്റെ വരവ് പൈശാചികന്റെ വലിയ പ്രവൃത്തിയോടുകൂടിയാണ്. His coming is after the working of Satan. സാത്താന്റെ പ്രവർത്തനമാണ്. അപ്പോഴും സാത്താൻ സ്വർഗത്തിൽ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ സിംഹാസനങ്ങൾ വെച്ച ഉടനെ അവനെ അവിടെ നിന്ന് വെട്ടി താഴെ കളയുകയാണ്. സാത്താൻ ഭൂമിയിലേക്ക് വരികയാണ്. നമ്മളിവിടെ വായിക്കുന്നു, ഭൂമിയിലുള്ള സകലരെയും അവൻ തെറ്റിച്ച് കളയുകയാണ്, അവൻ വഞ്ചിക്കുകയാണ്. 20-ന്റെ 3-ാം വാക്യത്തിൽ അവനെ ബന്ധിക്കുമ്പോൾ ഒരു വാക്യം പറയുന്നുണ്ട്. വെളിപ്പാട് 20-ന്റെ 3-ല് ഇങ്ങനെ വായിക്കുന്നു, 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ കർത്താവ് സാത്താനെ 1000 ആണ്ടേക്ക് അടച്ചുപൂട്ടുന്നു. ഈ സന്ധ്യയിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, സാത്താനെ അടച്ചുപൂട്ടുന്നതിന്റെ കാരണം ഭൂതലത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരുന്ന അവൻ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. ഞാനിങ്ങനെ ലളിതമായി പറയട്ടെ, ഇന്നും അവൻ ഭൂമിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കാൻ അനേക കാര്യങ്ങൾ കൊണ്ട്. ഈ രാഷ്ട്രീയത്തിൽ കയറിയിട്ടുള്ളവരെ രാഷ്ട്രീയം കൊണ്ട് വഞ്ചിച്ചിരിക്കുക. ഓരോ ഇസങ്ങളിൽ കൂടെ ലോകത്തെ വാസ്തവത്തിൽ നന്നാക്കാമെന്നൊരു ധാരണ അവരുടെ മനസ്സിൽ വന്നത് ഇവന്റെ വഞ്ചനയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആയുധം കൊണ്ട് അവൻ എത്ര കോടികളെ നരകത്തിലേക്ക് കൊണ്ടുപോയി. അവരിൽ പലരും ഇന്നും ഒരു മതം പോലെ കമ്മ്യൂണിസത്തെ ആരാധിക്കുന്നു. മലബാറിന്റെ പ്രദേശത്ത് എന്നാൽ കമ്മ്യൂണിസം ഈസ് ഓൾമോസ്റ്റ് എ റിലീജിയൻ. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിൽ നമ്മളവിടെ ചെന്നാൽ പലരും അവർക്കൊരു മതം പോലെയാണ് കമ്മ്യൂണിസം. അവരെ അത്രമാത്രം അതിൽ പ്രാവീണ്യതയുള്ളവരാക്കി മാറ്റിയിരിക്കുകയാണ്. സാത്താൻ കബളിപ്പിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് റിലീജിയൻ, ഒരു കൂട്ടം ആളുകൾക്ക് വിദ്യാഭ്യാസം, ഒരു കൂട്ടം ആളുകൾക്ക് ലോകത്തിന്റെ പ്ലഷേഴ്സ്. ഇങ്ങനെ പൈശാചികൻ ഭൂതലത്തിലുള്ള സകലരെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയുടെ ഏറ്റവും വലിയ മൂർത്തിഭാവം അന്തിക്രിസ്തുവിനെ അവൻ ഭൂമിയിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോഴാണ്. ഈ സ്വർഗത്തിൽ സിംഹാസനം വെച്ചു, അവനെ ഡിസ്ലോട്ട് ചെയ്തു, അവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നത് നോക്കിയാട്ടെ, വയോധികനായ ഒരുത്തൻ ഇരുന്നു. ഈ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. കാരണം ബൈബിളിൽ വേറെ ഒരൊറ്റ വാക്യം പോലും ദൈവത്തെ ഈ പദത്തിൽ പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. ദിസ് ഈസ് ദ ഓൺലി പ്ലേസ് വെർ ഗോഡ് ഈസ് റെപ്രസെന്റഡ് ഇൻ എ ഹ്യൂമൻ ഫോം. ഒരു മനുഷ്യരൂപത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരൊറ്റ വാക്യം ബൈബിളിലുള്ളത് ഈ വാക്യമാണ്. ദാനിയേൽ പറഞ്ഞ ഈ വാക്യമാണ്. ഇവിടെ നോക്കിയാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ ആൻഡ് ദ ആൻഷ്യന്റ് ഓഫ് ദ ഡേയ്സ് ഡിഡ് സിറ്റ്. വയോധികനായ ഒരുത്തൻ ഇരുന്നു. നമ്മളെ സ്വർഗത്തിൽ ദാനിയേൽ കണ്ട കാര്യമാണ് ഈ വെളിപ്പെടുത്തി. പല ദൈവദാസന്മാരും പറയുന്ന പോലെ സ്വർഗീയ കാഴ്ചകൾ മനുഷ്യർക്ക് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പുതിയ ഭൂമിയെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ യോഹന്നാൻ അതൊക്കെ കണ്ടു. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, യോഹന്നാൻ കണ്ടത് എഴുതുന്നില്ല. യോഹന്നാൻ എഴുതുന്നു, കണ്ണുനീരില്ല, മരണമില്ല, ദുഃഖമില്ല, ഇല്ലാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ അവിടെ എഴുതുന്നത്. ഉള്ള കാര്യങ്ങൾ യോഹന്നാൻ എഴുതുന്നില്ല. മനുഷ്യന്റെ വാക്കുകളിൽ സ്വർഗീയ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. പൗലോസ് 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുത്തോളപ്പെട്ടു. 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ഇടമാണ്. ഈ കിളികൾ പറക്കുന്ന ആകാശമണ്ഡലമാണ് ഒന്ന്. പിന്നെ നക്ഷത്രങ്ങൾ വിളങ്ങുന്ന 2ാമത്തെ ആകാശമണ്ഡലം, 3-ാമത്തെ ആകാശമണ്ഡലം ദൈവം ഇരിക്കുന്ന സ്വർഗമാണ്. പൗലോസ് ആ 3-ാം സ്വർഗത്തോളം എടുത്തോളപ്പെട്ടു. പൗലോസ് 14 വർഷം മൗനമായിരുന്നു. അവിടെ കണ്ട ഒരു കാര്യം മിണ്ടിയില്ലേ. ഇന്ന് പലരും പറയുന്നുണ്ട് കണ്ടെന്ന്. പക്ഷേ പൗലോസിനെ പോലെയുള്ളവർക്ക് 14 വർഷം മിണ്ടാതിരുന്നിട്ട് പൗലോസ് പറയുകയാണ്, ശരീരത്തോടു കൂടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല, മനുഷ്യൻ ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്ത വാക്കുകൾ ഞാൻ കേട്ടു. മനുഷ്യന്റെ വാക്കുകളിൽ ഒതുക്കുവാൻ സ്വർഗീയ കാഴ്ചകൾ വാസ്തവത്തിൽ അവന് സാധിക്കുകയില്ല. ഇവിടെയും സിംഹാസനം ഇരിക്കുന്ന ദൈവത്തെ ദാനിയേൽ കാണുമ്പോൾ അവിടെ വെളിപ്പെടുത്തിയ വാക്ക് വയോധികനായ ഒരു an elderly one. നമുക്ക് സങ്കീർത്തനം 90-2 നോക്കിയാട്ടെ. അതാണ് അതിൻ്റെ
വാസ്തവത്തിൽ വിശദീകരണം Psalms 92, നീ അനാദിയും ശാശ്വതമായ ദൈവമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് യു ആർ ഗാഡ്. ഹി ഈസ് ആൻ എറ്റേണൽ ഗാഡ്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് യു ആർ ആൻഷ്യന്റ് ഓഫ് ദ എൽഡർലി വൺ. അവനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയുമായിരുന്നു. നോക്കുക, അവന്റെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു, ഹിമം പോലെ വെളുത്തതാണ്, തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലാണ്, വൈറ്റ് ആസ് സ്നോ ആൻഡ് പ്യൂർ ആസ് വൂൾ. വെള്ള നിറം അവിടെ കാണിക്കുകയാണ്. ന്യായാധിപൻ ന്യായാസനങ്ങളെ സെറ്റ് ചെയ്ത് അതിലിരിക്കുന്നവൻ അവന്റെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു. ദ പിക്ചർ ഓഫ് ആൻ അബ്സല്യൂട്ട് പ്യൂർ വൺ ഈസ് അബ്സല്യൂട്ട് പ്യൂരിറ്റി. അവന്റെ നൈർമല്യത, വിശുദ്ധി വിളിച്ചു പറയുന്നു. വചനത്തിൽ അനേക ഭാഗം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വെള്ള സിംഹാസനം, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, അവിടെയും പാപികളെ ന്യായം വിധിക്കുമ്പോൾ ആ സിംഹാസനത്തിന്റെ നിറം തന്നെ വെള്ളയാണ്. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മളും ഈ സിംഹാസനം ഇരിക്കാൻ പോകുക. ഈ സിംഹാസനമല്ല, ഇതിന്റെ ചുറ്റും സിംഹാസനങ്ങൾ വെച്ചിട്ട് വിശുദ്ധന്മാരെ സിംഹാസനം ഇരിക്കും. നമ്മളിവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് കാണും. നമ്മൾ 1 കൊരിന്ത്യർ 6:2 വായിക്കുന്നില്ലേ, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? വെളിപ്പാട് 4-5 അധ്യായങ്ങളിൽ സിംഹാസനത്തിന്റെ ചുറ്റും 24 സിംഹാസനം. അത് വിശുദ്ധന്മാരാണ്, പുതിയ നിയമസഭയാണ്. സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ എടുത്തു തരാം. അത് പുതിയ നിയമ വിശുദ്ധന്മാരാണ്. 24 സിംഹാസനം ഇരിക്കുന്ന ആ ന്യായാധിപന്മാർ ദൈവസിംഹാസനത്തിൽ ചുറ്റുമിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകം 4:4 3:5 നമ്മൾ വായിക്കുന്നു, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. നമുക്ക് പ്രതിഫലമായിട്ട് തന്നെ തന്നിരിക്കുന്നു. നാം രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, നമ്മൾ രാജകീയ പ്രൗഢിയിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ധരിക്കുന്നത് വെള്ള നിറമുള്ള അങ്കിയായിരിക്കും. അതും വിശുദ്ധിയെ വിളിച്ചു കാണിക്കുന്നു. ദൈവത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അത് നമ്മളിവിടെ വായിക്കുന്നു, ഇറ്റ് ഈസ് വൈറ്റ് ആസ് സ്നോ. വിശുദ്ധിയുള്ള ബന്ധത്തിൽ ന്യായവിധിയെ നമുക്കിവിടെ വരച്ചു തരികയാണ്. അന്ത്യ ന്യായവിധിയിലും വെള്ള സിംഹാസനം, വിശുദ്ധിയുള്ള ബന്ധത്തിലുള്ള ന്യായവിധി. ഈ വിശുദ്ധിയുള്ള ദൈവം, റൈച്ചസ് ഗോഡ്, നീതിമാനായ ദൈവം, അവിടെ നിന്നാണ് ന്യായവിധി പുറപ്പെടുന്നത്. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിക്കും തോറും നാമും വിശുദ്ധന്മാരായി ജീവിക്കുവാൻ പ്രേരിതരായി മാറും. ഈ ദൈവം വിശുദ്ധനാണ്. മാത്രമല്ല, ഒന്ന് നോക്കിയാട്ടെ, ആ വാക്യം വാസ്തവത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തേണ്ട ഒരു വാക്യമാണ്. എന്താ വായിക്കുന്നത്? അവന്റെ ആ തലമുടിയും ആട്ടുരോമം പോലെ ആയിരുന്നെന്ന് മാത്രമല്ല, ആ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. എ റിവർ ഓഫ് ഫയർ, ഒരു അഗ്നിനദി അവന്റെ മുന്നിൽ ഒഴുകുകയാണ്. ഡിപിക്ട്സ് ഗോഡ്സ് പ്രസൻസ് which is described in many other passages. മറ്റനേക വേദഭാഗങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം എടുക്കാൻ 97-ാം സങ്കീർത്തനം 3-ാം വാക്യം നോക്കിയാട്ടെ. 97-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ളവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. നോക്കുക, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തീ അവന് മുമ്പായി പോകുന്നു. Fire goes before him and consumes his foes on every side. അവന്റെ സിംഹാസനത്തിന് മുന്നിൽ നിന്ന് അഗ്നി നദി ഒഴുകുന്നു. മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയ കാഴ്ച. ആ സിംഹാസനിരിക്കുന്നവൻ, അവന്റെ ശിരസ് ശുഭ്രമായ ആട്ടുരോമം പോലെ, അവന്റെ വസ്ത്രം വൈറ്റ് ആസ് സ്നോ, ഹിമം പോലെ വെണ്മ, അവന്റെ സിംഹാസനം അഗ്നിജ്വാല. ആ അഗ്നിജ്വാലയായ രഥത്തിന്റെ മുന്നിൽ നിന്ന് അഗ്നി നദി ഒഴുകുകയാണ്. പിന്നീട് എടുത്തു പറഞ്ഞു, ഒഴുകിയെന്ന് മാത്രമല്ല, 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പിൽ നിന്നു. Thousands and thousands and 10,000 times 10,000. ഇംഗ്ലീഷ് അങ്ങനെയാണ്. Thousands and thousands, 10,000 times 10,000 stood before him. അവന്റെ മുമ്പിൽ 1000 നിൽക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5:11 നോക്കിയേ. അവിടെ വെളിപ്പെടുത്തിയ സിംഹാസനത്തെ നോക്കിയേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ആ സിംഹാസനത്തെ വെളിപ്പെടുത്തിയപ്പോൾ, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെ മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം, അവരുടെ എണ്ണം 10,000 10,000 1000 1000 ഈ ദാനിയേൽ പറഞ്ഞ അതേ വാക്ക്. 10,000 10,000 1000 1000 എണ്ണുവാൻ കഴിയുന്നില്ലേ? ദൂതന്മാരുടെ വലിയ സംഘം 10,000 10,000 1000 1000 സിംഹാസനത്തിന് ചുറ്റും നിൽക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന് ശുശ്രൂഷ ചെയ്യുവാൻ ഈ വിശുദ്ധ ദൂതന്മാർ നിൽക്കുകയാണ്. കർത്താവ് മടങ്ങി വരുമ്പോഴും ഇത് നമ്മളിപ്പോൾ കാണുന്നത് പിതാവായ ദൈവത്തെയാണ്. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോഴും അവൻ സ്വർഗത്തിലെ സകല വിശുദ്ധ ദൂതന്മാരോടുകൂടെ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടും. കർത്താവ് വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഭൂമിയിൽ മഹത്വ പ്രത്യക്ഷതയും. തെസ്സലോനിക്ക ലേഖനത്തിൽ വേണമെന്ന് നോക്കിയാട്ടെ, അവൻ വരുന്നത് തീക്കകത്താണ് വരുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തെ ന്യായം വിധിക്കാൻ വരുമ്പോൾ, സെക്കൻഡ് തെസ്സലോനിയൻസ് 2 തെസ്സലോനിയർ ചാപ്റ്റർ 1 വേഴ്സ് 6, 6-ാം വാക്യം, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. വിശുദ്ധ ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും. നമ്മളിവിടെ ദൈവത്തിന്റെ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ അത് കാണുകയാണ്. ഇനി നമുക്ക് നോക്കാം, 1000 പതിനായിരങ്ങൾ അവന്റെ ചുറ്റിലും നിൽക്കുകയാണ്. ദൈവത്തിന്റെ ദൈവത്വത്തെയും ഇസ് ഗോഡ് ഹെഡ് എല്ലാം ഇവിടെ നമുക്കെടുത്ത് പഠിക്കാനായിട്ട് കഴിയും. ഇനി അടുത്ത ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ന്യായവിധിയെക്കുറിച്ച് ഞാൻ ക്ലാസ്സിലെടുത്തപ്പോൾ അത് അല്പം വിശദമായിട്ട് എടുത്തതാണ്. അവിടെ നോക്കാം. എന്നാൽ അന്നില്ലാത്തവർക്ക് വേണ്ടി ഓടിച്ച ഭാഗം ഒന്ന് വിടാം. ഈ ന്യായാസനം സെറ്റ് ചെയ്ത ശേഷം, ഈ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ശേഷം ഉടനെ നമുക്ക് ആ 10-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നത് എന്താ? ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ദ ബുക്സ് വെർ ഓപ്പൺഡ്. പുസ്തകങ്ങൾ തുറന്നു. നോക്കുക, അനേക പുസ്തകങ്ങൾ തുറക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ദാനിയേൽ എല്ലാം കൂടെ ഒരു ബുക്കായിട്ട് പറയും, പുസ്തകങ്ങൾ തുറന്നു. നോക്കുക, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ദാനിയേൽ ഇവിടെ നടത്തുന്നത്. എന്നെ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ന്യായവിധി സമയത്ത് പുസ്തകങ്ങൾ തുറക്കുന്നു എന്നുള്ളത് വചനത്തിൽ അനേക ഭാഗത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ന്യായവിധിയുള്ള ബന്ധത്തിൽ പഠിച്ചതാണ്. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ന്യായവിധിക്ക് മാത്രമല്ല, ആശ്വാസത്തിനായിട്ടും ഈ ചിന്ത നല്ലതാണ്. കാരണം സ്വർഗത്തിൽ അനേക പുസ്തകങ്ങളുണ്ടെന്ന് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനേക പുസ്തകങ്ങളുണ്ട്. സങ്കീർത്തനം 56:8 നമ്മൾ എടുത്തു വായിച്ചാൽ, കരയുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു തുരുത്തിയില കണ്ണുനീര് വാസ്തവത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. ദൈവദാസന്മാരുടെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ ആ കണ്ണുനീരിൻ്റെ ഗ്രന്ഥം തുറന്നാൽ കർത്താവിന് പറയാൻ കഴിയും ഒരു വിശുദ്ധൻ എന്നൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ദൈവസന്നിധിയിൽ അവൻ എന്നൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവന് പറയുവാൻ കഴിയും. ആ കണ്ണുനീര് അവൻ്റെ തുരുത്തിയിലാക്കി അവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ രാത്രിയിൽ ദൈവമക്കൾ മറക്കരുത് ആ കാര്യം. നമ്മുടെ കണ്ണുനീരിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും ദൈവം അത് വെറുതെ മറികടന്നു പോകില്ലേ. എൻ്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി അവൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ അവൻ്റെ സന്നിധിയിൽ കരയുമ്പോൾ അവരുടെ കണ്ണുനീർ അവൻ മറികടക്കില്ലേ. അവൻ്റെ സന്നിധിയിൽ അത് വെച്ചിട്ടുണ്ട്. അവനറിയാം അവർ എപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളതും അവനറിയാം. സങ്കീർത്തനം 56:8. അതുപോലെ തന്നെ മലാഖി 3:16 വിശുദ്ധന്മാരുള്ള ബന്ധത്തിലെടുത്താൽ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരോർമ്മയുടെ ഗ്രന്ഥം, തൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ഒരു ഓർമ്മയുടെ ഗ്രന്ഥം. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ, ദൈവത്തിന് അവർ ഭക്തിയും ബഹുമാനവും കൊടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ദൈവസന്നിധിയിലുണ്ട്. വിശുദ്ധന്മാർക്ക് അത്ര ആശ്വാസപ്രദമാണ്. അവരുടെ കണ്ണുനീരിനെ മറികടക്കാത്ത, ദൈവത്തിൻ്റെ ഓർമ്മയുടെ സന്നിധിയിൽ നിന്ന് മായ്ച്ചു കളയാതെ ആ കണ്ണുനീരിനെ അവിടെ സൂക്ഷിച്ചു വെക്കുന്ന ദൈവം. 2, അവനെ ഭയപ്പെടുകയും അവന് ബഹുമാനം കൊടുക്കുകയും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് മലാഖി 3:16 വായിക്കുന്നുണ്ട്. ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പ്രവൃത്തി പോലും, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വഴികൾ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ വ്യർത്ഥമല്ല എന്ന് അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മൾക്കറിയാം, പ്രവൃത്തിയുടെ പുസ്തകമുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം, ബുക്ക് ഓഫ് വർക്ക്സ്. ഞാൻ 2 വാക്യം പറയാം, വായിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 20:12 വാക്യം എഴുതുന്നവർക്ക് വേണ്ടി പഠിക്കുവാൻ ഞാൻ ആ വാക്യങ്ങൾ പറയാം. വെളിപ്പാട് 20:12 റോമർ 2:5-6 വാക്യം. റോമർ 2:5-6 വാക്യം. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തോണം മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തിയിൽ കിടന്ന ന്യായവിധി ഉണ്ടായി. അപ്പോൾ പ്രവൃത്തികളെ രേഖപ്പെടുത്തിയ ഗ്രന്ഥം റെവലേഷൻ 20:12. പിന്നീട് നമ്മൾ വേറൊരു പുസ്തകം വായിക്കുന്നു, ജീവപുസ്തകം, ബുക്ക് ഓഫ് ലൈഫ്. ബുക്ക് ഓഫ് ലൈഫ് അത് വെളിപ്പാട് 20:15, വെളിപ്പാട് 13:8, 21:27 കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. വെളിപ്പാട് 20:15, 13:8, 21:27. എന്നാൽ അതുപോലെ തന്നെ അതിനോടുകൂടെ സംശയം തോന്നുന്നൊരു ഗ്രന്ഥമുണ്ട്, ജീവനുള്ളവരുടെ പേരെഴുതിയൊരു പുസ്തകം, ബുക്ക് ഓഫ് ലിവിങ്. ജീവപുസ്തകം അല്ലത്, ബുക്ക് ഓഫ് ലൈഫ് അല്ലാതെ. നോക്കുക, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും പേരുകൾ എഴുതിയ പുസ്തകമാണ് ജീവന്റെ പുസ്തകം.
കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും പേരുകൾ എഴുതിയ ഗ്രന്ഥം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. എന്നാൽ ഇതിനോട് കൂടെ സംശയം തോന്നുന്ന ഒരു ഗ്രന്ഥമാണ് ബുക്ക് ഓഫ് ലിവിങ്, ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ എഴുതിയ ഗ്രന്ഥം. പുറപ്പാട് 32:32. മോശെ അതിൽ നിന്നാണ് തൻ്റെ പേര് മായ്ക്കാൻ പറയുന്നത്. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപം നീ മായ്ക്കണം, അവൻ അതിനുവേണ്ടി മധ്യസ്ഥ എന്നുകൊണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പോലെ മോശ വാസ്തവത്തിലെ ജനത്തിനു വേണ്ടി ഒരു മധ്യസ്ഥനായി അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവനാ, അവൻ്റെ പേരാണ് മായ്ക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് മരിക്കുന്നത്. മോശ പറഞ്ഞ് എൻ്റെ പേരങ്ങ് മായ്ച്ചേക്കാൻ പറഞ്ഞാൽ എന്നെ അങ്ങ് കൊന്നിട്ട് ഈ ജനത്തെ നീ രക്ഷിക്കാന്നാണ് അവിടെ പറഞ്ഞത്. ദൈവം പറഞ്ഞു, അത് സാധിക്കുകയില്ല. അത് സംശയിക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് അതുകൂടെ നോട്ട് ചെയ്ത് കൊള്ളുക. എന്നാൽ ഗൗരവമായിട്ടൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ രാത്രിയിൽ ആരായിരുന്നാലും ഓർക്കണം, വിശുദ്ധന്റെ പ്രവൃത്തിയും ഒരു ദുഷ്ടന്റെ പ്രവൃത്തിയും രക്ഷിക്കപ്പെടാത്തവന്റെ പ്രവൃത്തിയും ദൈവം അത് ശ്രദ്ധയോടെ എഴുതി വെക്കുന്നുണ്ട്. യെശയ്യാവ് 65:2 തൊട്ടുള്ള വാക്യത്തിൽ, ഓടിച്ച ഭാഗം ഞാൻ അങ്ങ് വിട്ടേക്കാം, ഒന്ന് 2 വാക്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നിർത്തിയേക്കാം. യെശയ്യാവ് 65, ഐശയ്യാ ചാപ്റ്റർ 65, അതിൻ്റെ 2 തൊട്ട് 6 വരെ വായിച്ചാൽ ദൈവം ദുഷ്ടനോട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് 6-ാം വാക്യത്തിൽ വരുമ്പോൾ, അതെൻ്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടിട്ടില്ല, അത് അടങ്ങിയിരിക്കില്ല. ദൈവം പറയുന്നു, അതെൻ്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ പകരം വീട്ടും. ഒരു ദുഷ്ടനെ ദൈവം ഇന്ന് ന്യായം വിധിക്കുന്നില്ല, പക്ഷെങ്കിൽ അവൻ്റെ പ്രവൃത്തികളോട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആവർത്തനം 32, 33, 34 വാക്യം വായിച്ചാൽ, അത് എൻ്റെ അടുക്കൽ എഴുതിയും എൻ്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചുമിരിക്കുന്നു. ആവർത്തനം 32, 33, 34. അത് ദൈവം എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്റ്റോർ റൂമിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ഇൻ ഹെവൻ. ദൈവം പകരം വിട്ടു. 50-ാം സങ്കീർത്തനം 16:21 വരെ നിങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്, ദുഷ്ടനോട് ദൈവം പറയുന്ന വാക്കാണ്, ഞാനും നിന്നെ പോലെയുള്ളവെന്ന് നീ കരുതി, എന്നാൽ ഒരു ദിവസം നിന്റെ മുമ്പിൽ നിന്റെ പാപങ്ങളെ ഞാൻ നിരത്തി വെക്കും, ഞാൻ ന്യായം വിധിക്കും. സങ്കീർത്തനം 50:16 തൊട്ട് 21 വരെ വായിച്ചാൽ അറിയാം. ദുഷ്ടൻ വിചാരിച്ചു ദൈവം ഇന്ന് ന്യായം വിധിക്കാത്തതുകൊണ്ട് ദൈവം അതുപോലെ തന്നെയാണ്, ദൈവത്തിന് ഇത് പ്രശ്നമില്ലെന്ന് കരുതി. ദൈവം പറഞ്ഞു, ഒരു ദിവസം നിന്റെ പാപങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കും, ഞാൻ നിന്നോട് ന്യായവിധി നടത്തും. ഈ രാത്രിയിൽ വീണ്ടും ഓർക്കുക, നമ്മുടെ സകല കാര്യങ്ങളും സ്വർഗം വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, എഴുതി വെക്കുന്നു. ന്യായവിസ്താര ദിവസത്തിൽ അത് തുറക്കുന്നു. ദാനിയേലും അത് കണ്ടു. ത്രോൺസ് വർ സെറ്റ്, ന്യായവിസ്താര സഭയിരുന്നു. ആ സിംഹാസനത്തിന്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിഞ്ഞു. വയോധികനായ ഒരുത്തൻ ദൈവത്തെ അവിടെ വരച്ചു കാണിച്ചു. അവന്റെ മുന്നിൽ അഗ്നി നദി ഒഴുകുകയാണ്. അവന്റെ സിംഹാസനം അഗ്നി ജ്വാലയാണ്. 1000, 10,000, 10,000 പേർ അതിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. നമുക്ക് ചിന്തിച്ചു നോക്കണം, 8-ാം വാക്യം വരെ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവം 9-ഉം 10-ഉം വാക്യത്തിൽ സ്വർഗത്തിന്റെ കാഴ്ച നമുക്ക് തന്നിട്ട് പെട്ടെന്ന് വീണ്ടും 11-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം വാക്യത്തിൽ വന്നപ്പോൾ, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. 8-ാം വാക്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആ 11-ാം വാക്യം. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ 9-ഉം 10-ഉം വാക്യം തന്നത്. എന്നാൽ ആ 11-ാം വാക്യം നോക്കി, വീണ്ടും അവിടെ യോഹന്നാന്റെ ശ്രദ്ധപ്പെട്ടത് കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ, ദ വോയിസ് ഓഫ് ഗ്രേറ്റ് വേർഡ്സ് വിച്ച് ദ ഹോൺ സ്പോക്ക്. ഗ്രേറ്റ് വേർഡ്സ്, വലിയ വാക്കുകൾ, ലോകത്തെ കബളിപ്പിക്കുന്ന വാക്കുകളാണ്. 2 തെസ്സലോനിക്കർ 2:8-9 വാക്യത്തിൽ അന്തിക്രിസ്തുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ 9-ാം വാക്യം നോക്കിയാട്ടെ. അധർമ്മമൂർത്തി, അതായത് അന്തിക്രിസ്തു പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ആ പദം ശ്രദ്ധിക്കുക, അനീതിയുടെ സകല വഞ്ചനയും. വിത്ത് ഓൾ അൺറൈച്ചസ് ഡിസെപ്ഷൻ, വിത്ത് ഓൾ അൺറൈച്ചസ് ഡിസെപ്ഷൻ. അനീതിയുള്ള സകല കാപട്യം കൊണ്ടും കബളിപ്പിക്കൽ കൊണ്ടുമായിരിക്കും അവന്റെ വരവ്. നമ്മളിവിടെ വായിച്ചു, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ. ഇന്നത്തെ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ ഇതിൻ്റെ ദൃഷ്ടാന്തമാണ്. ആത്മീയഗോളത്തിൻ്റെ പ്ലാറ്റ്ഫോമും രാഷ്ട്രീയഗോളത്തിൻ്റെ പ്ലാറ്റ്ഫോമും. യെസ്, എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല. ഏറെക്കുറെ ഇന്ന് മനുഷ്യൻ പുറകെ ഓടിക്കൂടുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ അന്തിക്രിസ്തുവിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ്. ഡിസെപ്ഷൻ. എന്താ തർക്കം? സംശയിക്കണ്ട, എല്ലാം ഡിസെപ്ഷനാണ്.
ഈ വാക്കുകൾ കൊണ്ട് ആളുകളെ കബളിപ്പിച്ചിട്ട് അവരതിന്റെ പുറകെ പോവുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നത് പറയുമ്പോൾ അവിടെ ഒന്നും നടക്കാതിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ഡിസെപ്ഷൻ. ഡിസെപ്ഷൻ. അത് അന്തിക്രിസ്തുവിന്റെ വരവ് സമീപിക്കുന്നവർ ഇത് വർദ്ധിക്കും. ലോകം ഇന്ന് ഇതിന്റെ പുറകെയാണ്. രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? അവർ സ്റ്റേജുകളിൽ നിന്ന് മനുഷ്യനെ ഇളക്കി മറിക്കുകയാണ്. അവരിവിടെ സ്വർഗമാക്കുമെന്നും പറഞ്ഞ്. ദാറ്റ് ഈസ് അനദർ ഡിസെപ്ഷൻ. എന്നാൽ ഈ വലിയ വാക്കുകൾ കൊണ്ട് മനുഷ്യൻ ആകർഷനാകുകയാണ്. എന്നാൽ ഒന്ന് ആലോചിച്ചേ, ഡാർക്ക് സെന്റൻസസ് അറിയാവുന്ന, അതായത് പൈശാചികന്റെ മാർഗങ്ങളും തന്ത്രങ്ങളും ഭൂതങ്ങളുടെ ശക്തിയുമുള്ള ഒരു മനുഷ്യൻ, അവൻ സാത്താന്റെ സകല ശക്തിയോടും കൂടെ അവന്റെ അധികാരത്തോടും കൂടെ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ഇന്റലിജൻസും അവന്റെ ആ ഒരു വാക്കിന്റെ വൈഭവവും കൊണ്ട് അവൻ പ്രത്യക്ഷപ്പെട്ടുമ്പോൾ അവന്റെ വാക്കുകൾ എത്ര മനുഷ്യനെയാണ് ഡിസീവ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ തെസ്സലോനിക്കയിലെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി, ഹി വിൽ അപ്പിയർ വിത്ത് ഓൾ അൺറൈച്ചസ് ഡിസെപ്ഷൻ. സകല കാപട്യത്തോടും കൂടെ പ്രത്യക്ഷപ്പെടും കേട്ടോ. പലർക്കും ഭയം തന്നെയാണ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ തന്നെ. അതെന്താന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിനെ അങ്ങനെ അവർ ഈ പലരും ഭയപ്പെടുത്തി കഴിഞ്ഞു. ദൈവം ഭയം തരുന്നൊരു ആത്മാവല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം തരുന്നൊരു ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഥാവ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക. എന്നാൽ ഇന്ന് വളരെ കുഴപ്പങ്ങളുണ്ടാകുന്ന കാലം, പലതും തുറന്നു പോലും പറയാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആത്മീയഗോളങ്ങൾ പോലും വളരെ കാപട്യത്തിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. നമ്മളത് വകതിരിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് തന്നെ പറഞ്ഞു, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വിടട്ടെ. ഞാനിത് വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്ന് വർദ്ധിക്കുന്നതിൻ്റെ കാരണം അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അൺറൈച്ചസ് ഡിസെപ്ഷൻ വളരെ വലുതായിരിക്കും. ഇവിടെ ദാനിയേൽ അതാ പറഞ്ഞത്. വീണ്ടും 11-ാം വാക്യത്തിൽ പറഞ്ഞോൾ, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ. ഞാൻ പറയട്ടെ, ലോകത്തെ മുഴുവൻ ഒന്നാക്കി തീർക്കുവാൻ ഈ കൊമ്പ് സംസാരിക്കുന്ന വലിയ വാക്കുകൾ എന്താണെന്നറിയാമോ? ഇന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കും പീസ് ആൻഡ് പ്രോസ്പെറിറ്റി. പീസ് ആൻഡ് പ്രോസ്പെറിറ്റി. ലോകം ഇന്ന് കൊതിക്കുന്ന രണ്ട് വലിയ കാര്യങ്ങൾ, സമാധാനവും അതുപോലെ വളരെ പ്രോസ്പെറിറ്റി, വളരെ സമ്പത്തും ലോകം ഇന്ന് മുഴുവൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇത് നാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെ 4 വാക്കിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ബാക്കി വാക്യങ്ങൾ മുഴുവൻ ഈ മനുഷ്യനെ മനസ്സിലാക്കി തരുവാൻ ഉതകുന്ന വാക്യങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതിന്റെ കാരണം നമ്മളത് വകതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാ മനുഷ്യനും നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാൽ ലോകത്തിലെ വലിയ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുക. ഞാൻ ആ ഭാഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായി, ലോകം 2 ലോകമഹായുദ്ധം കണ്ടു കഴിഞ്ഞു, ഒരു കോൾഡ് വാറും കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞു. 2 ലോകമഹായുദ്ധവും ഒരു കോൾഡ് വാറും കഴിഞ്ഞു. ഒരു ദൈവദാസൻ രേഖപ്പെടുത്തി കണ്ടു, 1-ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ, അതായത് 1914 തൊട്ട് 18 വരെ ഫസ്റ്റ് വേൾഡ് വാർ, ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുമ്പോൾ ലോകത്തിലുള്ള 3-ൽ 2 രാജ്യങ്ങൾ ഉറങ്ങുകയായിരുന്നു. ദേ വർ സ്ലീപ്പിംഗ്. അവർക്ക് പുരോഗമിക്കണമെന്നോ അടുത്തുള്ള രാജ്യത്തെക്കുറിച്ചോ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. 2/3 ഓഫ് ദ വേൾഡ് നേഷൻസ്. എന്നാൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. പുതിയൊരു ആശയവും ആഗ്രഹവും ലോകരാഷ്ട്രങ്ങൾ അങ്കുരിച്ചു. അതായത് വലിയ വ്യത്യാസങ്ങൾ ലോകത്തിൽ സംഭവിച്ചു. ഇത് സംഭവിച്ചിട്ട് എത്ര വർഷമായി? ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് അന്ന് കണ്ട ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഒരു ജനറേഷനിലാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകം വളരെ മാറിയിട്ട് ഇന്നത്തെ ഏറ്റവും ആധുനിക കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ആവശ്യമുള്ള റിസോഴ്സസ് മുഴുവനുണ്ട്. ലോകത്തിന് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്, അതായത് എണ്ണയുണ്ട്, എന്തെല്ലാം മനുഷ്യന് ആവശ്യമാണ്, ലോകത്തിൽ ആവശ്യമാണ്, ഇത് മുഴുവൻ ലോകരാജ്യങ്ങളിലുണ്ട്. മനുഷ്യന് സമൃദ്ധിയുമായിട്ടുണ്ട്. മാത്രമല്ല ഇത് വേണ്ടവണ്ണം പൂളി ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും സമൃദ്ധിയുടെ, അതായത് സഹസ്രാബ്ദവാഴ്ചയുടെ അനുഭവത്തിലേക്ക് വരുമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഞാനതിനെക്കുറിച്ച് വായിച്ചപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി, ഇന്ത്യയിലുള്ള ജനങ്ങളെ 10% ഇന്നുള്ള ജീവിത രീതിയിൽ നിന്ന് അവരെ ഒന്ന് ഉയർത്തുവാൻ വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നാൽ അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങളുടെ ഫാക്ടറികൾ 10 വർഷമെങ്കിലും പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇന്നുള്ളതിൻ്റെ 10% പ്രോസ്പെറിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫാക്ടറി 10 വർഷം കൂടെ വർക്ക് ചെയ്യണം, ഇവിടെയുള്ള ഡിമാൻഡുകൾ കൊടുക്കാൻ വേണ്ടി. ലോകം മുഴുവൻ അങ്ങനെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാലോ എന്തൊരു വർക്കായിരിക്കും ലോകത്തിൽ എന്തൊരു സമാധാനമായിരിക്കും, എല്ലാവർക്കും എന്ത് റിസോഴ്സസ് ഉണ്ടായിരിക്കും, എല്ലാം സപ്ലൈ ചെയ്ത് എല്ലാം ഒരു വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം കടന്നു വരും. പക്ഷെ ഇത് കൊണ്ടുവരുവാൻ വേണ്ടി അത്ര പ്രഗത്ഭനായ ഒരു മനുഷ്യനെ കൊണ്ടേ കഴിയുള്ളൂ. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്.
ഈ വിധത്തിൽ ലോകത്തെ ഒരു വലിയ പ്രോസ്പറസ് ആക്കി മാറ്റണമെങ്കിൽ വേൾഡ് പീസും വേൾഡ് ട്രേഡും എല്ലാവർക്കും ഒരു ടോട്ടൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് ലോകത്തെ ആ വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ there need a very capable person. ആ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ വാക്കുകളാണ് വചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ, ഗ്രേറ്റ് വേർഡ്സ്. ലോകം മതിമറന്നുപോയി അവനെ അംഗീകരിക്കുന്നത് അവന്റെ വാക്കുകളാണ്. ഇന്ന് ലോകത്തിന്റെ പൊളിറ്റിക്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ അന്തർദേശീയ തലത്തിൽ ഈ ശബ്ദമാണ് കേൾക്കുന്നത്. അന്തർദേശീയ തലത്തിൽ ഇന്ന് കേൾക്കുന്ന ശബ്ദം ഇതാ, യാതൊരു തർക്കവുമില്ലേ. അന്തർദേശീയ തലത്തിൽ ഇന്നൊരു വൺ വേൾഡ് ഗവൺമെന്റിന് വേണ്ടിയും മറ്റും ഉയരുന്ന ശബ്ദത്തിന്റെ അടിസ്ഥാന കാരണം പീസ് ആൻഡ് പ്രോസ്പെറിറ്റി ഫോർ ഓൾ മാൻകൈൻഡ്. സകല മനുഷ്യവർഗത്തിന് സമാധാനവും അനുഗ്രഹങ്ങളും. ആ സമയത്താണ് ലോകത്തിൽ വലിയ പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റ് കൺട്രികളുടെ ക്രൈസിസും അതുപോലുള്ള ക്രൈസിസ് വളരെ പ്രബലമായി കൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൈസിസിനെയും മറ്റും പരിഹരിച്ചുകൊണ്ട് ലോകത്തെ ഈ ഒരു ഔന്നത്യത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് വരും. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ലോകം ഈ വിധത്തിൽ പുരോഗമിക്കുമ്പോൾ ലോകം മുഴുവൻ സമ്മതിക്കുന്ന ഒരു കാര്യം, ഇവൻ ദൈവമാണെന്ന് പറയും. He is God. He should be worshipped. അവനെ ആരാധിക്കണമെന്ന് ലോകം പറയും. അത് തന്നെ ബൈബിൾ പറയുന്നു. 2 Thessalonians 2:4 പറയുന്നത് അവനെ ലോകം ആരാധിക്കും. അവനെ ലോകം ആരാധിക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം ആലോചിച്ച് നോക്കി. അമേരിക്കയിലെ സിറ്റിസൺസ് ജീവിക്കുന്നതിലും ഭംഗിയായി ലോകത്തിലുള്ള സിറ്റിസൺസിന് മുഴുവൻ ജീവിക്കാൻ കഴിയും. ലോകത്തിന്റെ റിസോഴ്സസ് പൂൾ ചെയ്തുകൊണ്ട് ലോകത്തിന്റെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവരും സമാധാനത്തിൽ ജീവിച്ചാൽ, അത് പരസ്പരം സാധിക്കാതെ മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവന്റെ റിസോഴ്സസ് പൊളിയുവാനോ സമാധാനം കൊണ്ടുവരാനോ സാധിക്കില്ല. പക്ഷെങ്കിൽ അത് കൊണ്ടുവരും. ഒരു വ്യക്തിയെ സാത്താൻ അവതരിപ്പിക്കുമ്പോൾ അവൻ ലോകത്തെ മുഴുവൻ ഡിസീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് കൊണ്ടുവരും. വാസ്തവത്തിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകൾ. ദൈവമക്കളായി നമ്മൾ, യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. യു ഷുഡ് ബി വാച്ച്ഫുൾ അറൗണ്ട് ദ വേൾഡ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ലോകം കൊതിക്കുമ്പോൾ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ സമയമായെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ദാനിയേൽ ആ കൊമ്പ് സംസാരിച്ച വാക്കുകളെ കുറിച്ച് മാത്രമല്ല, അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു, എന്നിട്ടും അവയുടെ ആയുസ്സൊരു സമയത്തേക്ക് കാലത്തേക്ക് നീണ്ടുനിന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഈ മൃഗത്തെ കൊന്നുകളഞ്ഞു, ഈ മൃഗത്തെ നശിപ്പിച്ചു. ജഡ്ജ്മെന്റ് അവിടെ ത്രോൺസ് ഒക്കെ സെറ്റ് ചെയ്തു, അത് സംഭവിച്ചു. ഇത് വെളിപാട് പുസ്തകം 19 19:20, റെവലേഷൻ ചാപ്റ്റർ 19:20. അവിടെ പറഞ്ഞ ആ കൊച്ചുകൊമ്പാണ് വെളിപാട് പുസ്തകത്തിലെ മൃഗം. 20, മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പകയിൽ ജീവനോട് തള്ളിക്കളഞ്ഞു. ആരാ തള്ളിക്കളഞ്ഞത്? 19-ാം വാക്യം, കുതിരപ്പുറത്തിരിക്കുന്നു. ആരാണത്? കർത്താവായ യേശുക്രിസ്തുവാണ്. 11-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. സ്വർഗം തുറന്നിട്ട് അവൻ മടങ്ങി വരികയാണ്. അവൻ വന്നിട്ട് കൊമ്പ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്തിക്രിസ്തു ലോകത്തെ കബളിപ്പിച്ചുകൊണ്ടും ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് അവനെ പിടിച്ച് കെട്ടി ഗന്ധകത്തുന്ന പൊയ്കയിലേക്ക് കർത്താവ് തള്ളിക്കളയുന്നു. എന്നാൽ ഇത് പറഞ്ഞിട്ട് 13-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ നമുക്ക് പ്രസന്റ് ചെയ്ത് തരികയാണ്. ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രാധാന്യതയുള്ളതും നമുക്ക് ഈ ഭാഗത്തെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമായിട്ടിരിക്കുന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. വളരെ എനിക്ക് സന്തോഷം തോന്നിയ വാക്യം വായിച്ചപ്പോൾ. ആരാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യപുത്രൻ? യേശുക്രിസ്തുവാണ്. സ്വർഗത്തിൽ നടക്കുന്ന കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സ്വർഗത്തിൽ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ സിംഹാസനം അഗ്നിജ്വാലയാണ്. അവന്റെ മുന്നിൽ നിന്ന് അഗ്നി നദി ഒഴുകുകയാണ്. 10,000 പേർ സിംഹാസനം മുന്നിൽ നിൽക്കുകയാണ്. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. കർത്താവിനെ പ്രവചന ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ഭാവി പ്രവചനത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് പറയുന്നുണ്ട്. വചനത്തിൽ മറ്റു ചിലയിടത്ത് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലയിടത്ത് ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. മൂന്ന് കാര്യം ചൂണ്ടിക്കാണിക്കുക. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവന്റെ ദൈവത്വമാണ്, ഇസ് ഡീറ്റി.
ദാവീദിന്റെ സന്തതി എന്ന് പറയുമ്പോൾ ഹിസ് റോയൽറ്റി, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവരുടെ മശിയാണെന്ന് അവതരിപ്പിക്കുന്നു. സൺ ഓഫ് മാൻ, മനുഷ്യത്വം എന്നുള്ള വിധത്തിൽ അവനെ പറയുമ്പോൾ ഈസ് ഹ്യൂമാനിറ്റി, അവന്റെ മനുഷ്യത്വത്തെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അവനെ മനുഷ്യത്വനോട് സദൃശെന്ന് പറയാൻ കാരണം? വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലാണ്, മനുഷ്യനുള്ള ബന്ധത്തിലാണ്. നമ്മുടെ പ്രതിനിധിയായി എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മുടെ പ്രതിനിധിയായി അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ആ സ്വർഗത്തിൽ അവൻ ഇരിക്കുകയാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിട്ട് അവൻ ഈ ലോകത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കുവാൻ മടങ്ങി വരണം. സങ്കീർത്തനം 2:8 വായിച്ചേ. പരിചയമുള്ള വാക്യമാണ്, പക്ഷെങ്കിൽ അതാ ഈ സംഭവിക്കുന്നത്. സങ്കീർത്തനം 2:8 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്. എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. എന്നോട് ചോദിച്ചോളുക, ഐ വിൽ ഗിവ് യു ദ നേഷൻസ്. ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. പിതാവ് പുത്രനോട് പറയുകയാണ്. ഈ 2-ാം സങ്കീർത്തനം യേശുക്രിസ്തു മടങ്ങി വന്ന് രാജാവായി വാഴുന്ന കാര്യമാണ്. അവൻ പിതാവ് പുത്രനോട് പറയുന്ന കാര്യമാണ്, നീ എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് രാജ്യങ്ങളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കടന്നു പോകുന്നു. സാത്താൻ വന്നവനോട് പറഞ്ഞു എന്നോടൊന്ന് ചോദിക്കാൻ, അല്ലേ? മത്തായി 4:8-9 വരെയുള്ള വാക്യം, അല്ലേ? സാത്താൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഞാനാണ് ഇതിന്റെ അധിപൻ, എന്നോടൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ തരാം. പിതാവ് പറഞ്ഞു, എന്നോട് ചോദിക്കുക, ഞാൻ തരാം. ഈ ലോകത്തിന്റെ അധിപനായ സാത്താന്റെ കയ്യിൽ നിന്ന് ആധിപത്യം മേടിക്കുവാനല്ല, പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നമുക്ക് വെളിപ്പാട് 11:15 വായിച്ചേ. വെളിപ്പാട് 11:15 അതോട് ചേർത്തൊന്ന് വായിച്ചു നോക്കുക. നീ എന്നോട് ചോദിച്ചോളുക, ഞാൻ ജാതികളെയും രാഷ്ട്രങ്ങളെയും നിനക്ക് തരും. വെളിപ്പാട് 11:15. 7-ാമത്തെ ദൂതനൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പിതാവ് പറഞ്ഞു, നീ എന്നോട് ചോദിക്കുക. പിതാവിന് വിധേയപ്പെട്ടു കൊടുത്തു. പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചു. ക്രൂശിൽ മരിച്ചു. അവൻ കടന്നുപോയ വ്യഥകളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവൻ ആധിപത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മൾ അതാണ് ഇവിടെ വായിക്കുന്നത്. സിംഹാസനത്തിരിക്കുന്നവന്റെ അടുക്കൽ വന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ അടുക്കൽ വരുത്തുമാറായി. പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നു. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം എടുക്കാതെ ഞാൻ പറയട്ടെ. സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വലം കൈയിൽ അകത്തും പുറത്തും 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം മേടിപ്പാനും അത് തുറക്കുവാനും ആരെയും കണ്ടില്ല. കാണായികയാൽ യോഹന്നാൻ എന്ന ഞാൻ ഉറക്കെ കരഞ്ഞു. കരഞ്ഞതിന്റെ കാരണം എന്നാ? ആ പുസ്തകം വാസ്തവത്തിൽ പഠിച്ചാൽ ഇറ്റ് ഈസ് എ ടൈറ്റിൽ ഡീഡ് ഓഫ് ദി എർത്ത്. വചനത്തെ ഞാൻ തെളിയിച്ചു തരാം, കാണിച്ചു തരാം. അതായത് പഴയ കാലത്ത് വസ്തുക്കളും മറ്റും വിൽക്കുമ്പോൾ അതിൻ്റെ അവകാശം, അതായത് നമ്മൾ പറയുന്ന ആധാരം എഴുതുമ്പോൾ ആധാരം എഴുതി ഇങ്ങനെ സീൽ ചെയ്ത് വെക്കും. അതിൻ്റെ പുറത്ത് 7 സീലിട്ടിട്ട് അവിടെ എഴുതും ആർക്കാണ് ഇത് മേടിപ്പാൻ അവകാശമുള്ളത്. ലേവ്യർ 25:25 വായിച്ചാൽ വലിയൊരു പഠനമാണ്. അങ്ങനെ യഹൂദന്റെ ഭൂമി വിൽക്കുമ്പോൾ ഒരടുത്ത ബന്ധുവിനെ അത് മേടിപ്പാൻ അവകാശമുള്ളൂ. അടുത്ത ബന്ധു. അതാണ് രൂത്തിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ ഭൂമി മനുഷ്യന്റെ കരത്തിലോട്ട് ദൈവം കൊടുത്തു. നീ ഇതൊക്കെ അടക്കി വാഴുവാൻ പറഞ്ഞു. അതിന്റെ അവകാശം മനുഷ്യനായിരുന്നു. മനുഷ്യന്റെ അവകാശം സാത്താൻ കരസ്ഥമാക്കി. മനുഷ്യനെ കബളിപ്പിച്ച് അവൻ അവകാശം കരസ്ഥമാക്കി. അവൻ ലോകത്തിന്റെ ദൈവമായി, പ്രഭുവായി, പ്രിൻസ് ആയി. അവൻ ലോകത്തിന്റെ അധിപനായി. എന്നാൽ ഈ ലോകത്തിന്റെ ആധിപത്യം അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിപ്പാൻ മനുഷ്യനായ ഒരുവൻ ആവശ്യമാണ്. അടുത്ത ബന്ധു ആവശ്യമാണ്. ഒരു കിൻസ്മാൻ ആവശ്യമാണ്. മനുഷ്യകുലത്തിൽ അങ്ങനെ വീണ്ടെടുപ്പാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരനുമില്ല. അതാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യം, അത് ഒരു നാളും സാധിക്കില്ല. പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം, നിന്റെ ഇഷ്ടം ചെയ്യാൻ പോകാം. അവനൊരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. എൻ്റെയും നിങ്ങളെ പോലെയുള്ള ഒരു ജഡരക്തമെടുത്തു. അവൻ നമ്മുടെ ഒരു സഹോദരനെ പോലെ, ഒരു കിൻസ്മാനായി, അവൻ ക്ലോസ് റിലേഷനായി ജീവിച്ചു. അവൻ ജയം പ്രാപിച്ചു. പൈശാചികനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചു. ആ സിംഹാസനം ഇരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ആ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ്, അധികാരം മേടിക്കുകയാണ്. ആ പുസ്തകം മേടിച്ചു. വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, 8-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അവന്റെ ഒരു കാൽ കടലിന്മേലും ഒരു കാൽ ഭൂമിമേലും വെച്ചു. കൈ ഉയർത്തി സിംഹം അലറുന്ന പോലെ ഉച്ചത്തിൽ അലറി. എന്തിനാണെന്നറിയാമോ? സാധാരണ നമ്മളൊക്കെ വസ്തു മേടിച്ചാൽ നാട്ടുമ്പുറത്തറിയാം ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വസ്തുവൊക്കെ മേടിച്ചിട്ട് അവകാശി ഞാനാണെന്ന് കാണിക്കാൻ
തേങ്ങ വെക്കി ഇടുകയൊക്കെ ചെയ്യും. പോയിട്ട് ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. യേശുക്രിസ്തു ഈ ചുരുൾ മേടിച്ചിട്ട് അവൻ്റെ വലങ്കാൽ ഒരു കാൽ ഭൂമിമേലും ഒരു കാൽ സമുദ്രത്തിലും വെച്ചിട്ട് കൈകൾ ഉയർത്തി അവൻ അലറുമ്പോൾ, അത്യുച്ചത്തിൽ ആർക്കുമ്പോൾ, വലിയൊരു പോരാട്ടത്തിന്റെ അന്ത്യം. കഴിഞ്ഞ 6000 വർഷമായി നടന്ന വലിയൊരു പോരാട്ടം. മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഈ വസ്തുവകകൾ മുഴുവൻ കരസ്ഥപ്പെടുത്തി വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ച സാത്താനെ അവൻ പരാജയപ്പെടുത്തി ഈ ഭൂമിയുടെ അവകാശം തിരിച്ചു മേടിക്കുമ്പോൾ ജയത്തിന്റെ ഘോഷമാണ് അവൻ അവിടെ നടത്തുന്നത്. ഇവിടെ കാണുന്ന ചിത്രം അതാണ്. പിതാവിന്റെ അടുക്കൽ ചെന്നു നമ്മളവിടെ വായിക്കുന്നു, അവൻ അധികാരം കിട്ടുകയാണ്. അപ്പോൾ അതെല്ലാം വാക്യം നോക്കിയാട്ടെ. സകല വംശങ്ങളും ഭാഷകളും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവൻ മാത്രമേ ഉള്ളൂ വീണ്ടെടുക്കുവാൻ അവകാശമുള്ളവൻ. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ ആ പുസ്തകം മേടിപ്പാൻ ആരെയും കാണായികയാൽ കരഞ്ഞു. യോഹന്നാൻ ഒരു യഹൂദനാണ്. ആ യഹൂദനായ യോഹന്നാൻ അറിയാം വീണ്ടെടുപ്പ് ഒരടുത്ത ബന്ധുവിനെ കഴിയുള്ളൂ. അവിടെ വായിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ലെന്ന്. സ്വർഗത്തിൽ നോക്കി മനുഷ്യനായ ആരുമില്ലേ? ഭൂമിയിൽ നോക്കി പാപത്തിൽ വീണുപോകാതെ ലോകത്തെ ജയിച്ച ഒരു മനുഷ്യനുമില്ലേ? പാതാളത്തിൽ നോക്കി ആരെയും കണ്ടില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. ഒരു മനുഷ്യനും ജയിച്ചു കണ്ടില്ല. മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് പറഞ്ഞു, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ സന്ധ്യയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് 3 ലോകത്തിലും he is the only person who is worthy to receive that scroll and to open that seal. He is the only person who is able to redeem us and this earth from the power of Satan. സാത്താന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയെ തിരിച്ചു മേടിപ്പാൻ അവകാശമുള്ള ഒരൊറ്റ വ്യക്തി യേശുക്രിസ്തു മാത്രം. അവന്റെ യോഗ്യത എത്ര വലുതാണ്! അവന്റെ ആധിപത്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അവൻ പിതാവിന്റെ സന്നിധിയിൽ വന്നു, അവൻ ആധിപത്യം കിട്ടി. 9-ാം വാക്യത്തിൽ വയോധികനായ ഒരുത്തനിരിക്കുന്നു, അത് പിതാവായ ദൈവമാണ്. 13-ാം വാക്യത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ വയോധികന്റെ അടുക്കൽ വരുന്നു, പിതാവിന്റെ അടുക്കൽ വരുന്നു. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് രാജ്യങ്ങളെ അവകാശമായി തരും. വെളിപ്പാട് 11:15 വന്നപ്പോൾ മുദ്ര പൊട്ടിച്ചു, കുഞ്ഞാടിന് ഈ ലോകത്തിന്റെ ആധിപത്യം കിട്ടി. നോക്കുക, അന്തിക്രിസ്തുവിടെ പ്രത്യക്ഷപ്പെട്ട് അവനെ നശിപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് ഈ ലോകത്തിന്റെ അധിപനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവൻ വരുമ്പോൾ, അവൻ ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ, എബ്രായലേഖനം 12:24 നാം വായിക്കുന്നു, അവൻ ആകാശത്തെ ഭൂമിയെയും സകലത്തെയും ഇളക്കും. ആകാശം നമുക്കറിയാം, അത് പൈശാചികൻ വാഴുന്ന ഭൂമി പൈശാചികന്റെ അധികാരത്തിലാണ്. അവൻ ഇതിനെ തിരിച്ചു മേടിക്കുമ്പോൾ ഒന്നുകൂടെ ഭൂമിയെ മുഴുവൻ ഇളക്കും, സകലത്തെയും ഇളക്കും. ഇന്ന് നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന മഹത്വം, നമ്മുടെ കർത്താവിന്റെ മഹത്വം ഈ സന്ധ്യയിൽ ഞാൻ ഓർപ്പിക്കട്ടെ. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടെടുക്കുവാൻ യോഗ്യനായ ഒരു ഒറ്റ വ്യക്തിയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്വർഗത്തിൽ ഭൂമിക്ക് കീഴിലും യോഗ്യനായ ഒരൊറ്റ വ്യക്തി യേശുക്രിസ്തു മാത്രം. അവൻ സർവ്വത്തെയും ജയിച്ചു, ആധിപത്യം പ്രാപിച്ചു. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുമ്പോൾ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ ആരോഹണം ചെയ്തു. ഇനിയും ആധിപത്യം ഏറ്റെടുക്കുവാൻ അവൻ മടങ്ങി വരും. ആ ചിത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് വായിക്കുമ്പോൾ ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നു 10-ാം വാക്യത്തിന്റെ അവസാനം, ന്യായവിസ്താര സഭയിരുന്നു. ന്യായവിസ്താര സഭയിരുന്നു. ആരാണത്? ന്യായവിസ്താര സഭ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമാണ്. ന്യായവിസ്താര സഭ ഞാനും നിങ്ങളുമാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, നാം അവനോടുകൂടെ വാഴും, നാം രാജ്യത്വം കൈവശപ്പെടുത്തും. മാത്രമല്ല, നാം വായിക്കുന്ന പോലെ അവന്റെ ആധിപത്യം എന്നും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും മാറ്റമില്ല. വെളിപ്പാട് 22 ഒന്നെടുക്കാം. വെളിപ്പാട് 22-ന്റെ 3-4 വാക്യം, യാതൊരു ശാപവിനിയും ഉണ്ടാകില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിലിരിക്കും, ഇനി രാത്രി ഉണ്ടാകില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട്. വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. They shall reign forever and ever. They shall reign forever and ever. 1000 ആണ്ട് വാഴ്ച കൊണ്ട് അവസാനിക്കുകയല്ലേ.
they shall reign for ever and ever. പാവപ്പെട്ട ദൈവമക്കൾ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ, അവരെക്കുറിച്ച് വായിക്കുന്നു, they going to reign for ever and ever. അവർ എന്നെന്നും വാഴാൻ പോവുകയാണ്. കർത്താവിന് മഹത്വം. ഒന്നുമില്ലാത്ത നമ്മളെ ഈ വിധത്തിൽ ഉയർത്തി അവനോടുകൂടെ അവൻ്റെ രാജ്യത്തിൽ മാത്രമല്ല, വളരുന്ന ലോകത്തിലും അവൻ്റെ രാജ്യത്തിൻ്റെ വർധനയ്ക്ക് അവസാനമില്ല, എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ യുഗങ്ങൾക്ക് അവസാനമില്ല. അതെല്ലാം ഇങ്ങനെ നിത്യതയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം മാറ്റമില്ലാതെ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മൾ എന്നുമെന്നും രാജാക്കന്മാരായിരിക്കും. വിൽ ബി റീനിങ് ഫോർ എവർ ആൻഡ് എവർ. എന്നുമെന്നും കർത്താവിനോടുകൂടെ വാഴും. നമ്മുടെ ഭാഗ്യം വലുതാണ്. ഈ ലോകത്തിൽ നമ്മളൊപ്പം കരയുകയും ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആശ്വസിപ്പാനായിട്ടുള്ളത് ഈ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം നമ്മളെ കാണുന്നു. നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ കണ്ണുനീരും ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നു. അതൊക്കെ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രതിഫല ദിവസത്തിൽ പ്രതിഫലം കിട്ടുകയും ഭാവിയിൽ അവൻ രാജ്യം ഏറ്റെടുക്കുമ്പോൾ അവനോടുകൂടെ നാമെന്നും വാഴും. നമ്മളൊരു അന്ത്യകാലത്ത് വന്നു എന്നുള്ളത് ഈ പഠനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.